ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു പകുതി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സാധാ നോർമൽ ഒരു സ്ലോ ഡേ ആണ്. കാലത്ത് ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രൻ ഡിഷായിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. പോഹ എന്നാ പറയുക അതിനെ. പോഹ ഉണ്ടാക്കി കാലത്ത് ഏറ്റു ജോലിക്ക് പോകുന്നേക്കാളും മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ്. അതിനുശേഷം വാവയ്ക്കും കൊടുക്കണം. ഒരു ഗ്ലാസ് പാല് വാവയ്ക്ക് മാറ്റി വെച്ചു, അരി അടുപ്പത്തിട്ടു. പിന്നെ എൻ്റെ ഡീറ്റോക്സ് ഡ്രിങ്ക് ഞാൻ സൈഡിൽ കൂടെ നൈസായിട്ട് കുടിച്ചു. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വാവയായിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, വാവ എങ്ങനെയാണ് ഞാൻ സംസാരിപ്പിക്കുന്നത്, ഞങ്ങൾ നമ്മളൊരു കോൺവെർസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അവളുടെ ഒരു ഹാഫ് ഡേ അവൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അങ്ങനെ ഒരു വീഡിയോ ആണ്. ഞാൻ കാലത്ത് അവൾക്കൊരു നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ശർക്കര ഇട്ടിട്ട് അങ്ങനെ കൊടുക്കലാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ പാലൊഴിച്ച് അതൊന്ന് കുതിർത്തി കൊടുക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് 1.5 ദോശ അവളെ കൊണ്ട് സ്വയം കഴിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മളെ എണ്ണ തേക്കാൻ പോകുന്നു കേട്ടോ. ഒരു പാട്ട് പാടൂ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ സ്ഥലമില്ല, നിന്നെ ചായുരക്കാൻ മതിയാരാകമില്ല, ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, വസന്തം ഹരിപ്പാ. അതെ, തന്നെ തേച്ചില്ലെങ്കിലേ കളറസിന് വരും, അല്ലെങ്കിൽ തന്നെ മൊത്തം കളർ കയ്യിൽ. മസാജ് ഇന്ന് വ്യൂവിൻ്റെ സ്പാ. കൂടെ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കരഞ്ഞാണോ? കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ? ഇവളെ ഊരട്ടമ്മ. എനിക്കിങ്ങനെ ഇൻസ്റ്റയിൽ ഓരോരുത്തരൊക്കെ ചോദിക്കാറുണ്ട്, വാവ എങ്ങനെയാണ് സംസാരിച്ചൊക്കെ തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടെ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംസാരിക്കുക കുട്ടിയായിട്ട്. ഓരോ ചെറിയ ചെറിയ കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ അവളുടെ വള ഊരായിരുന്നു, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഊരുക, അല്ലാതെ വെറുതെ ഒന്നും മിണ്ടാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ച് ചെയ്യലല്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ദിവസം അവർ അവരുടേതായിട്ടുള്ള കുഞ്ഞു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ്, ഒരു ടൈമും കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു സമയം കണ്ടുപിടിക്കുക, അപ്പം സംസാരിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യാതെ നമ്മൾ വാവയുടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വാവകൾ വേഗം സംസാരിക്കും കേട്ടോ. കിട്ടുവോ? ഇത് തരട്ടെ ഫസ്റ്റ് അമ്മ. അവര് കണ്ണിട്ട് കാണാനില്ലല്ലോ. ആ കിട്ടൂട്ടോ വാവാ. ഇതെന്താ ചെയ്തേ? ഒന്ന് കണ്ണ് തെറ്റിയതാ. ടിഷ്യൂ എടുക്കട്ടെ? അവിടെ ഇരിക്കട്ട, ടിഷ്യൂ എടുക്ക. അങ്ങനെ ഇരിക്കണ്ട. ഇങ്ങനെ വാവ അങ്ങനെ കുറുമ്പ് കാണിക്കണേ, ഇങ്ങനെ കുറുമ്പ് ചെയ്യണേ. കുറുമാണ്ടി കുളിപ്പിച്ച് എങ്ങനെ കൊണ്ടുവന്നതാ? ഞാൻ നേരിട്ടരാം അമ്മ. ഇതെന്താ ചെയ്തേ? ഇതെന്തിനും ഇങ്ങനെയൊക്കെ?
ചാരി കിടക്കും. കുഞ്ഞിലമാവേ കഥ കേട്ട് നന്നായി മിഴി പൂട്ടി മാറിൻ ചൂടിൽ കൊച്ചുകൂടി ബാക്കിയല്ലോ. അങ്ങനെ അയ്യാ സോഫയിൽ മൊത്തം കാര്യാക്കി പൊടി. നിനക്കൊക്കെ സോഫനെ പറ്റുള്ളൂ, ബെഡ്റൂം ഒന്നും പറ്റില്ല നിനക്കൊക്കെ. ഇതെടുത്ത് അടിയത് നിനക്ക്. അയ്യോടാ തുടക്കാണോ വാവാ. ഈ കണ്ണ് ചെയ്യാലോ. ഈ കണ്ണ് വേണോ, പച്ച വേണോ, മഞ്ഞ വേണോ, ഏതാ വേണ്ടേ? പച്ച ഐലൈനർ വേണോ, ബ്ലൂ ഐലൈനർ? ബ്ലൂ ബ്ലൂ. ആ ഇത് വേണോ, ഇത് വേണോ? പച്ച വേണോ? പച്ച നോക്കട്ടെ. പച്ച പച്ച വേണോ, നീല വേണോ, മഞ്ഞ വേണോ? മഞ്ഞ, പച്ച, നീല ഏതാ വേണ്ടത്? കണ്ണെഴുതാൻ പച്ച മതിയോ? ഏതാ പച്ച? ഗ്രീൻ ഏതാ? ഇതില് ഗ്രീൻ തരൂ. ഗ്രീൻ റെഡി 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 വാവ റെഡി. കണ്ണെഴുതി തരട്ടെ? റെഡി. ഇതെന്താ? ബ്ലൂ. വെരി ഗുഡ്. 2 വാല് വേണല്ലേ വാവയ്ക്ക്? വള നമുക്ക് അവിടെ പോയിട്ടിടാം. ഞങ്ങള് ഷാമ്പു ഇട്ടു, ഞങ്ങള് കുളിച്ച് ശുണ്ടിന് കുറ്റിയായി, ക്രീം ഇട്ടു, പൗഡർ ഇട്ടു, പിന്നെന്താ കണ്ണെഴുതി. കുഞ്ഞു വരല് കുഞ്ഞു വരല്. ഉമ്മ തരും അമ്മക്ക്. വെരി ഗുഡ്. ഗുഡ് ഗേൾ ആണ് കേട്ടോ. എലി എവിടെ? എലി. ഈ എലി എന്തിങ്ങനെ ഇരിക്കണേ? എലി എലി. ബ്ലൂ എവിടെയാ? ബ്ലൂ ബ്ലൂ എവിടെയാ? എവിടെ ബ്ലൂ? യെല്ലോ എവിടെ? യെല്ലോ എവിടെ? യെല്ലോ എവിടെ? യെല്ലോ നമുക്ക് യെല്ലോ തരൂ. തലയിൽ വെക്കട്ടെ. വാവ്. അയ്യോ പണ്ട് 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 കാട്ടില് ഒരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടാ. പൂച്ചയുടെ പേരെന്താ? പൂച്ചയുടെ പേരെന്താ? പൂച്ചയുടെ പേരെന്താ? എന്തിട്ടത്? പിങ്കു. ഇതാരാ? 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 ബ്ലൂ. ഇത് ബ്ലൂ ആണോ? ഇത് ബ്ലൂ അല്ല, ഇത് ഗ്രീൻ. ഇത് ഗ്രീൻ. അമ്മയ്ക്ക് ഗ്രീൻ തരൂ. ഗ്രീൻ. യെല്ലോ. യെല്ലോ. വെരി ഗുഡ്. യെല്ലോ കൊടുക്കും, കഴിക്കാൻ കൊടുക്കും. യെല്ലോ. ഗ്രീൻ. യെല്ലോ കൊടുക്കോ കഴിക്കാൻ? ഗ്രീൻ. പാട്ട് പാടും. ചോട് വെച്ചു, ചോട് വെച്ചു, ചോട് വെച്ചു, കലിനടക്കട്ടെ, നിന്റെ കലിനടക്കട്ടെ.
ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ. ഗുഡ് ഗേൾ. അമ്മയുടെ തലയിൽ എന്നെ തിരിച്ചു തരാൻ പാടില്ല. അവിടെ ഇരിക്കൂ. മാമുന്നണ്ടേ? സൂപ്പർ സൂപ്പർ. പൂച്ചെങ്ങനെ കരിയാ? പൂച്ചെങ്ങനെ കരിയാ? പൂച്ചെങ്ങനെ കരിയാ? കാക്ക എങ്ങനെ കരിയാ? കാക്ക കാക്ക എങ്ങനെ കരിയാ? കാക്ക എങ്ങനെ കരി? എങ്ങനെ കരിയാ? വേണം. വേണ്ടല്ല, വേണം പറയൂ. വേണം. അമ്മേ എനിക്ക് ഭക്ഷണം വേണം. അമ്മേ എനിക്ക് ഭക്ഷണം വേണം. ആ വേണം. വെരി ഗുഡ്. എങ്ങനെ പറയാ? വേണം. വെരി ഗുഡ്. ഗുഡ് ഗേൾ ആണ് കേട്ടോ. വിയു അല്ലേ? അമ്മയുടെ പൊൻകു, അമ്മയുടെ കുഞ്ഞു, അമ്മയുടെ വാവാരാ? അമ്മയുടെ മടിയിൽ, അമ്മയുടെ മടി, കുഞ്ഞവാവ അമ്മയുടെ മടിയിലിരിക്കാം. ഓക്കെ. ഉച്ചയ്ക്ക് ഉറങ്ങാത്ത ആളാണ് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മയക്കുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു ചെറിയൊരു നാപ്പ് എടുക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഫുഡ് കഴിക്കലാണ്. വൈകുന്നേരത്തേക്ക് കുറച്ച് പ്രോൺസ് വെള്ളത്തിലിട്ട് വെച്ചു, കുറച്ച് പയറും വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ വാവയ്ക്കൊരു 5 മണി സമയത്ത് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് ഫ്രൈ ആണ് കൊടുക്കുന്നത്. ചെറിയ രീതിയിലൊരു മാരിനേഷൻ ചെയ്ത്, ബോംബെ ഡക്ക് എന്ന് പറയും, ബോംബിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മണി സമയത്ത് കുറച്ച് ഫിഷും കുറച്ച് ബദാമും കുറച്ച് ഈന്തപ്പഴം കൊടുത്തിരുന്നു. ദിവാലി വന്നു. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി പറയൂ. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. ബാബാ ഓൺ चालू मत कर, ऐसे लगा. हाँ जावेद भाई, हाँ बोलो. हैं? हाँ. हे, तुम क्या करते भाई? अभी टाइम देखो 10:30 बज हो गया. मैं सुबह में बोले नहीं ओढ़ रहे. हे, मेरे बॉस पूछने के बाद मैं क्या करेगा भाई? अभी किधर है? हाँ सीधा वो. हाँ मदीना सुपरमार्केट के सामने थोड़ा नया 70 राउंड अबाउट मिलेगा ना. हाँ सफा पार्क के सामने थोड़ा पीछे एक लॉन्ड्री देखा तुमको. आ लॉन्ड्री के सामने थोड़ा पीछे आएगा, ये जगह मिलेगा तुमको. है उधर नहीं है भाई. उसको देख, उसको देख. हिंदी में എന്റെ ദീദി കാരണം ഞാനിപ്പോ ഹിന്ദി പറയാൻ തുടങ്ങി. ആ ദീദി വരണേ. ദീദി വന്നോ? ദീദീനെ കണ്ടുവോ? കണ്ടു? ദീദീനെ കണ്ടു? ദീദിക്ക് ഒരു ഫ്ലൈങ് കിസ് കൊടുക്കോ ബാബാ? ദീദി വിളിക്കോ? ദീദി ഐ ലവ് യു പറയോ? ദീദിയുടെ ഐ ലവ്, അമ്മയുടെ ഒരു ഐ ലവ് യു പറയൂ. ദീദിയാണ് അമ്മയുടെ അടുത്ത് ഐ ലവ് യു പറയൂ. ഐ ലവ് യു. പിക്കാബൂ. ദീദി വന്നു.
രാത്രിക്കുള്ള ഫുഡെല്ലാം സെറ്റാക്കിയപ്പോഴത്തേക്കും ഏട്ടപ്പം വന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് ദിവാലി മാർക്കറ്റൊക്കെ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തു പോയി. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഹാക്സ് പോലെയൊന്നും കാണിച്ചിട്ടില്ല. അതിനൊക്കെ നല്ല പണിയുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിൽ നോർമലി നടക്കുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ദിവാലി മാർക്കറ്റ്, അങ്ങനെ ഓരോ മാർക്കറ്റ്സ് വരുമല്ലോ, ഓരോ സീസണൽ മാർക്കറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പോയി കണ്ട് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനാണ് ഒരു ചൗമീൻ കഴിക്കാനുള്ളൊരാഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ പൊട്ടിമുളച്ച് വരും. ഇപ്പോൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ലൈറ്റായിട്ട് ഒരു ചൗമീൻ മാത്രം കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം അവർ ഫസ്റ്റ് നമുക്ക് കിംചി എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് തന്നായിരുന്നു കേട്ടോ. അത് ഭാവിക്ക് നല്ല ഇഷ്ടമായി. അതൊരു പിക്കിൾഡ് കുക്കുംബർ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക സോസി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ചൗമീൻ കഴിച്ചത് അവൾക്ക് അങ്ങനെ പറ്റിയില്ല, ഭയങ്കര എരിവായിരുന്നു. എരിഞ്ഞിട്ട് അവളുടെ കിളി പോയി, കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് ആകെ സീനായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ സംസാരിക്കാത്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനെക്കുറിച്ചോ ഉള്ളൊരു വീഡിയോ ആയിരുന്നില്ല ഇത്. എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു നോർമൽ സ്ലോ ഡേ ആണ്. അത് ചുമ്മാ അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഏതെങ്കിലും അമ്മമാർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ സമയമാകുമ്പോൾ സംസാരിച്ചോളൂന്നേ. പിന്നെ ടെൻഷൻ അടിക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ അവരുടെ പേര് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചില ഗസ്റ്റേഴ്സിനൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കുക, സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ടൈമാണിത്. അത് ചെയ്യാതിരിക്കുക, അങ്ങനത്തെയൊക്കെ സീനിൽ ആക്ഷൻ എടുത്താൽ മതി കേട്ടോ. ഒരു കിണ്ണങ്കാച്ചി ഡെസേർട്ട് ഓർഡർ ചെയ്തായിരുന്നേ. അതിൻ്റെ പേര് വലിയൊരു പേരായിരുന്നു, ഹണി ടോസ്റ്റ് നൂഡിൽ വിത്ത് റെഡ് റൂബി ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞൊരു യമണ്ടൻ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഒരു ഹണി സെസമി സോസൊക്കെ ഇട്ടിട്ട് വാനില ഐസ്ക്രീം വെച്ച് ടോപ്പ് ചെയ്ത ഒരു സംഭവമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.